നമസ്കാരം, ദിവ്യ. ഞാൻ രവിയുടെ അമ്മ മീരയാണ്. താങ്കൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് രവി പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ ദിവ്യ. ഐ ആം മീര, രവീസ് മദർ. രവി ടോൾഡ് മീ യു വാണ്ടഡ് ടു സീ മീ. ശരിയാണ്, ദയവായി ഇരിക്കൂ. ഇതാ രവിയുടെ മാസം തോറുമുള്ള റിപ്പോർട്ട് കാർഡ്. അവൾ 2 വിഷയങ്ങളിൽ തോറ്റിട്ടുണ്ട്. യെസ്, പ്ലീസ് സിറ്റ് ഡൗൺ. ഹിയർ ഈസ് രവീസ് മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട്. ഹി ഹാസ് ഫെയിൽഡ് ഇൻ 2 സബ്ജക്റ്റ്. കണക്ക് പരീക്ഷയുടെ അന്ന് അവൻക്ക് സുഖമില്ലായിരുന്നു. യെസ്, ഹി വാസ് വെൽ ഡ്യൂറിങ് ദി മാത്സ് ടെസ്റ്റ്. ശരി, പക്ഷേ ഇംഗ്ലീഷിന് എന്ത് പറ്റി? 10ൽ നിന്ന് വെറും 3 മാർക്കേ അവൻക്ക് കിട്ടിയിട്ടുള്ളൂ. സോഷ്യൽ സ്റ്റഡീസിലും കഷ്ടിച്ച് ജയിക്കാനുള്ള മാർക്കേ ഉള്ളൂ. ഫൈൻ, ബട്ട് വാട്ട് എബൌട്ട് ഇംഗ്ലീഷ്? ഹി ഗോട്ട് ഓൺലി 3 മാർക്സ് ഔട്ട് ഓഫ് 10. ഇൻ സോഷ്യൽ സ്റ്റഡീസ് also he has barely got pass mark. വാസ്തവത്തിൽ എനിക്കും അവനെപ്പറ്റി ഉത്കണ്ഠയുണ്ട്. രവിക്ക് പഠനത്തിൽ താല്പര്യമില്ല. യെസ്, ആക്ച്വലി ഈവൻ ഐ ആം ക്വൈറ്റ് worried about his. രവി doesn't take interest in studies. അവൻക്ക് ശാരീരികമായ ക്ഷീണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഹീ ഈസ് ക്വൈറ്റ് വീക്ക് ഫിസിക്കലി. താങ്കൾ പറയുന്നത് ശരിയാണ്. എപ്പോഴും തലവേദനയുണ്ടെന്നും അവൻ പരാതിപ്പെടുന്നു. യെസ്, യു ആർ റൈറ്റ്. ഹി ആൾസോ കംപ്ലൈൻ ഓഫ് ഹെഡേക്ക് വെരി ഓഫൺ. ദയവായി അവൻ്റെ കണ്ണുകൾ പരിശോധിപ്പിക്കൂ. അവൻക്ക് ബ്ലാക്ക് ബോർഡ് വായിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്ലീസ് ഗെറ്റ് ഹിസ് ഐസ് ടെസ്റ്റഡ്. ഐ ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഈസ് അണബിൾ ടു റീഡ് ദ ബ്ലാക്ക് ബോർഡ് പ്രോപ്പർലി. ഞാൻ ഇന്ന് തന്നെ അവനെ കണ്ണുരോഗ വിദഗ്ധൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അവൻ്റെ പൊതുവായ ആരോഗ്യത്തെപ്പറ്റിയും ഡോക്ടറോട് അന്വേഷിക്കാം. I will take his to an eye specialist today itself. I will also consult the doctor regarding his general health. ഇതുകൂടാതെ രവിക്ക് കണക്കിനും ഇംഗ്ലീഷിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വീട്ടിൽ ആരാണ് അവനെ പഠിപ്പിക്കുന്നത്? ബിസൈഡ്സ്, രവി നീഡ് എക്സ്ട്രാ കോച്ചിങ് ഇൻ മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. വു ടീച്ചേഴ്സ് ഹിസ് അറ്റ് ഹോം? ഞാനാണ് പഠിപ്പിക്കുന്നത്, പക്ഷെ കൃത്യമായി ചെയ്യാറില്ലെന്ന് ഞാൻ സമ്മതിക്കട്ടെ. ഐ ഡു, ബട്ട് ഐ മസ്റ്റ് അഡ്മിറ്റ് that I am not very regular. ദയവായി ഇനിയെങ്കിലും കൃത്യമായി പഠിപ്പിക്കണം. രവിയുടെ കൈയക്ഷരം വളരെ മോശമാണ്. കൈയക്ഷരം നന്നാക്കാൻ അവനെ വീട്ടിൽ നിന്ന് പരിശീലിപ്പിക്കണം. Please be regular in future. Ravi's handwriting is very bad. He must practice handwriting at home. അതെ, ഞാൻ ഇനി തീർച്ചയായും അവൻക്ക് കൂടുതൽ ശ്രദ്ധ നൽകാം. യെസ്, ഐ വിൽ ഡെഫിനറ്റ്ലി പേ മോർ അറ്റൻഷൻ ടു ഹിസ് നൗ. തീർച്ചയായും അങ്ങനെ ചെയ്യണം. രവി ബുദ്ധിയുള്ളവനും നന്നായി പെരുമാറുന്നവനുമാണ്. അല്പം പരിശ്രമം കൊണ്ട് അവൻ തീർച്ചയായും മെച്ചപ്പെടും. പ്ലീസ് ഡു ദാറ്റ്. രവി ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ആൻഡ് വെൽ ബിഹേവ്ഡ് ബോയ്. വിത്ത് എ ലിറ്റിൽ മോർ എഫേർട്ട് ഹീ വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്. ഞാൻ എല്ലാ വിധത്തിലും ശ്രമിക്കാം. വളരെ നന്ദി ഫിയ. അവൻ്റെ പുരോഗതിയെപ്പറ്റി ദയവായി എന്നെ അറിയിക്കണം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ദിവ്യ. പ്ലീസ് കീപ് മീ ഇൻഫോംഡ് അബൌട്ട് ഹിസ് പ്രോഗ്രസ്. തീർച്ചയായും. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, ബൈ.